ഈ കേന്ദ്ര ഗവൺമെൻറ് BJP ഗവൺമെൻറ് മുന്നോട്ടേക്ക് വെച്ച് സംസ്ഥാനങ്ങൾക്ക് തരേണ്ടുന്ന പണം തരാതിരിക്കുന്ന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തരേണ്ടുന്ന ഒരു 8,000-ഓളം കോടി ഉറുപ്പിക കേന്ദ്ര ഗവൺമെൻറ് തരാൻ പല നിബന്ധനകളും പറഞ്ഞിട്ടും പല കാര്യങ്ങൾ പറഞ്ഞിട്ടും തരാതിരിക്കുന്നു. 2 ലക്ഷം കോടി ഉറുപ്പിക കഴിഞ്ഞ കാലത്ത് തരേണ്ട പണം നമുക്ക് തന്നില്ല എന്നുള്ളത് വേറെ കാര്യമാണ്, അത് പറയുന്നുണ്ട്. അതിന് പുറമെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീമിൻ്റെ ഭാഗമായി 60% അവരും 40% കേരളവും നൽകേണ്ടുന്ന പണത്തിൻ്റെ ഒരു വലിയ ഭാഗം പണം, അതായത് 8,000 കോടി ഉറുപ്പിക. ധനകാര്യ വകുപ്പ് മന്ത്രിയോട് ഇന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത് 8,000 കോടി ഉറുപ്പിക നെല്ലിൻ്റെ സംഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തരാൻ ബാക്കിയാണ്, അത് തരുന്നില്ല. ഓരോരോ നിബന്ധനകൾ വെച്ച് നമുക്ക് തരാതിരിക്കുകയാണ്. നമുക്ക് കേരളത്തിന് അർഹതപ്പെട്ട പണം തരിക തന്നെ വേണം, ഇതൊരു കാര്യം. പിന്നെ ഓരോന്നിനും നിബന്ധന വെക്കുകയാണ്. അത് ഒന്നിനു മാത്രമല്ല, ഇപ്പം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിബന്ധന വെച്ചു, വീട് നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതിന് നിബന്ധന വെച്ചു. ഇപ്പോൾ PM ശ്രീ എന്ന് പറയുന്ന ഈ വിദ്യാഭ്യാസ മേഖലയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിൽ നിബന്ധന വെച്ചു. എല്ലാം നിബന്ധന വെച്ചുകൊണ്ട് ഇങ്ങനെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ അതിശക്തിയായിട്ട് ബാധിക്കുന്ന രീതിയിൽ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിലപാടുകൾ സ്വീകരിക്കുന്നതിനെ ഇവിടെ യഥാർത്ഥത്തിൽ ഏത് ഗവൺമെൻറ്റും ഫെഡറലിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം മുന്നോട്ടേക്ക് വെക്കുമ്പോൾ ഈ നിലപാടിനെ എതിർക്കണ്ടല്ലേ? കോൺഗ്രസ് നിലപാടിനെ എതിർക്കുന്നുണ്ടോ? കോൺഗ്രസ് ഇവിടെ ഇപ്പോൾ സമരം നടത്താൻ പുറപ്പെട്ടിരിക്കുകയാണ്. വളരെ വിചിത്രമായ കാര്യം, കോൺഗ്രസിന് ഒരൊറ്റ അക്ഷരം മിണ്ടാൻ അവകാശമില്ല. കോൺഗ്രസിൻ്റെ കാലത്ത് തന്നെയാണ്, BJPയുടെ കാലത്ത് കോൺഗ്രസ് എല്ലാം അംഗീകരിച്ചതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട ഗവൺമെൻറ് കോൺഗ്രസ് ഭരിക്കുന്ന സന്ദർഭത്തിൽ രാജസ്ഥാൻ ഗവൺമെൻറ്റാണ്. കർണാടകത്തിൽ ഇപ്പോൾ അവരെ ഭരിക്കുന്നുണ്ട്, അവിടെയുണ്ട്, തെലുങ്കാനയിലുണ്ട്. അത്രയിലെ സംസ്ഥാനമുള്ളൂ. ഇപ്പോൾ മുമ്പത്തെ പോലെ സംസ്ഥാനമില്ല. അവിടെയെല്ലാം ഒപ്പിട്ടിട്ടുണ്ട്, അവിടെയെല്ലാം നടപ്പിലാക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അടിക്കാൻ ഒരു വടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മേലെ നിലപാട് സ്വീകരിച്ച് കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് കോൺഗ്രസിനുള്ളത്. കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പാണ്, അവർക്ക് രാഷ്ട്രീയമാണ്. കേരളത്തിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ പാടില്ല എന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നയപരമായിട്ട് അന്നും ഇന്നും ഇനി നാളെയും ഈ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള നിബന്ധനകൾക്കെതിരാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മേഖലയിലും ഗവൺമെൻറ് കേരളത്തിന് നൽകേണ്ടുന്ന പണം തരാതിരിക്കുന്നു. അത് ചെറിയ രീതിയിലുള്ളതല്ല, ആയിരക്കണക്കിന് കോടി. ഇപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞ പോലെ 8,000-ഓളം കോടി ഉറുപ്പിക നമ്മുടെ നെല്ല് സംഭരിച്ചത് ഉൾപ്പെടെയുള്ള പൈസ തരാതിരിക്കുന്നു, ഓരോ നിബന്ധന വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള ശക്തിയായ നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്കെതിരായിട്ട് ഒരുതരം സാമ്പത്തിക ഉപരോധം പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. PM ശ്രീയുടെ ഭാഗമായിട്ടും അത് തന്നെയാണ് സംഭവം. അത് കുറേ കൊല്ലമായി, ഇപ്പം തുടങ്ങിയതല്ല, 2-3 വർഷമായി ഇതിൻ്റെ മേലെ നടക്കാൻ തുടങ്ങിയിട്ട്. വലിയ രീതിയിലുള്ള സമരം നടന്നിട്ടുണ്ട്, പ്രക്ഷോഭം നടന്നിട്ടുണ്ട്. ഞങ്ങൾ അന്നും ഇന്നും CPIM എന്ന രീതിയിലായാലും CPI എന്ന രീതിയിലായാലും എല്ലാവരും PM ശ്രീ പദ്ധതി എന്നുള്ള ഈ നിബന്ധനയെ അതിശക്തിയായിട്ട് അന്നും ഇന്നും എതിർത്തുകൊണ്ടിരിക്കുകയാണ്. നാളെയും അത് തന്നെയാണ് അറിയുക. അതാണ് അത് ഗവൺമെൻറ്, അത് ഞാൻ പറഞ്ഞില്ല, അത് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനം, ഞങ്ങളുണ്ട്, CPI ഉണ്ട്. CPI ആണല്ലോ ഞങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും പ്രബലമായ ഒരു ഇടതുപക്ഷ പാർട്ടി. സ്വാഭാവികമായിട്ടും ഞങ്ങളും അവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് ആ കാര്യങ്ങളെല്ലാം പരിഹരിക്കും. ഞങ്ങൾക്ക് സമയം തള്ളു അല്ലാന്ന് അതൊക്കെ ഭരണപരമായ പ്രശ്നമാണ്. ഭരണപരമായ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യും. ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കേണ്ടി ചെയ്യും. നിബന്ധന മാത്രമേ എതിർക്കുന്നു. അല്ല, അത് ഒരു ഭാഗം. അതല്ലാതെ ഒരുപാട് ഭാഗമുണ്ടല്ലോ. വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കേണ്ടുന്ന ഒരുപാട് പണം ഇതിൻ്റെ പേരിൽ തടഞ്ഞു വെക്കുകയാണ്. ഈ NEPയുടെ ഏത് അപ്പോൾ നിങ്ങളുടെ വിചാരം എന്താ പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് എന്നാണോ നിങ്ങൾ ധരിച്ചിട്ടുള്ളത്? അത് ആദ്യം EMS 1967 പറഞ്ഞത് പഠിക്കണം. ഞങ്ങൾക്ക് നയമുണ്ട്, പാർട്ടിക്ക്, ഇടതുപക്ഷ പാർട്ടികൾക്ക് നയമുണ്ട്. ആ നയം മുഴുവൻ ഈ ബൂർഷ്വാ രാഷ്ട്രീയ പ്രസ്ഥാനം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഭരണകൂടം എന്ന് പറയുന്നത്. കുത്തക മുതലാളിത്തത്തിൻ്റെയും ഭൂപ്രഭുത്വത്തിൻ്റെയും സാമ്രാജ്യത്വത്തിൻ്റെയും വർഗഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു ഗവൺമെൻറ്.
അല്ലാണ്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റും അല്ല. ഇടതുപക്ഷ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്നുമല്ല. ജനാധിപത്യ വിപ്ലവം പോലും നടന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ നല്ല പരിമിതിയുണ്ട് ഞങ്ങൾക്ക് ഈ പരിപാടികളെല്ലാം നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. ഞങ്ങൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ തന്നെ പ്രാവർത്തികമാക്കുന്ന കാര്യത്തിലൊക്കെ വലിയ വ്യത്യാസമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഭരണപരമായിട്ട് നോക്കുമ്പോൾ സാധിക്കുന്ന കാര്യമല്ല ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം പോലും. പക്ഷേ ഇതെന്താ ഉണ്ടായതെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ CPI ഉൾപ്പെടെ ഞങ്ങളെല്ലാം യാതൊരു തരത്തിലുള്ള മുൻവിധിയും ഇല്ലാതെ ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും. അതിൽ എന്തെങ്കിലും തർക്കം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കാത്തിരിക്കുന്നത് പോലെ UDF പിന്നീട് ചർച്ച ചെയ്ത ശേഷം തീരുമാനിക്കാൻ പറഞ്ഞു. പിന്നീട് കഴിഞ്ഞ മന്ത്രിസഭായോഗത്തിൽ ഇത് പറഞ്ഞപ്പോൾ അതിന് മറുപടി നൽകിയില്ല. തൊട്ട് പിറ്റേ ദിവസം ഒപ്പുവെച്ചു. അതാണ് അവർ പറഞ്ഞ പരാതി. മുഖ്യമന്ത്രിയൊക്കെ വരട്ടെ. നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് ഇപ്പം തുടങ്ങിയതൊന്നുമല്ലല്ലോ. എല്ലാ വശങ്ങളെ സംബന്ധിച്ചും ആവശ്യമായ ചർച്ച നടത്തി നിങ്ങൾ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ പരിഹരിക്കും. ഞങ്ങൾ തന്നെ ആശങ്ക പ്രകടിപ്പിക്കില്ലേ? പിന്നെ നിങ്ങളിതിനെ വേറെ വിഷമിക്കുന്നത്? ഞാൻ തന്നെ പറഞ്ഞില്ലേ ആശങ്ക. ഞങ്ങളിതിനെതിരാണ്. അന്നും എതിരാണ്, ഇന്നും എതിരാണ്, നാളെയും എതിരാണ്. അത്രയും പറഞ്ഞാൽ പിന്നെ വേറെ നിങ്ങൾ അതിൽ കൂട്ടിച്ചേർത്ത് പറയേണ്ട കാര്യമുണ്ട്. ഞങ്ങൾ ഉറപ്പായിട്ട് നിലപാടല്ലേ സ്വീകരിക്കും. ഞങ്ങളുടെ നിലപാട്, അതായത് പാർട്ടിയുടെ നിലപാട്, ഈ PM-ശ്രീ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിബന്ധന വെച്ച് ഗവൺമെന്റിനോട് ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു സമൂഹത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ വലിയേട്ട നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഒരിക്കലും വെച്ച് കുറിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. ആ നിലപാടിൽ നിന്ന് ഞങ്ങൾ മാറിയിട്ടില്ല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് പ്രശ്നം. ആയിരക്കണക്കിന് കോടി ഉറുപ്പിക കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾക്ക് നൽകേണ്ടുന്ന പണം തരുന്നില്ല. ആ തരാതിരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടിയുണ്ട്. ആ കൈകാര്യം ചെയ്യേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ ആവശ്യമായ സമയമെടുത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കും എന്നുള്ളതാണ് ഞാൻ പറയാനുള്ളത്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞില്ലേ, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്ന മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അത് നിങ്ങൾ UDF-കാർ ഇപ്പം തന്നെ തുടങ്ങി ഞങ്ങൾ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നു. അമ്മാതിരി UDF തന്നെ. അതേ CPI-ക്കാർക്ക് തന്നെ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ, ഉറപ്പുണ്ട്. ഞങ്ങൾക്ക് പ്രശ്നമുണ്ടല്ലോ, പിന്നെ CPI-ക്കാർക്ക് പ്രശ്നം ഉണ്ടാവില്ല. CPI ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശാലമായ അർത്ഥത്തിൽ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് ആവശ്യമായ കൃത്യതയോടുകൂടിയുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകും. അതാ ഞാൻ പറഞ്ഞത്. ശരിയായ നിലയിൽ തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ കഴിയും. എത്രയോ കൊല്ലക്കാരായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കല്ലേ. ഒരു ദിവസമല്ലല്ലോ ഈ പ്രശ്നങ്ങളൊന്നും വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഒരു പ്രശ്നം മാത്രമല്ലായിരുന്നു. ഏതെല്ലാം മേഖലയിൽ ഫണ്ട് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. അതെല്ലാ മേഖലയിലുണ്ട്. വ്യാവസായിക മേഖലയിലുണ്ട്, കാർഷിക മേഖലയിലുണ്ട്, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുണ്ട്, ആരോഗ്യ മേഖലയിലുണ്ട്. അങ്ങനെ നിരവധി മേഖലയിൽ എല്ലാറ്റിലും ഈ നിബന്ധനകളുണ്ട്. ഈ നിബന്ധനകൾ ഉള്ളപ്പോൾ തന്നെ ഈ ഓരോ മേഖലയിലും നമ്മൾ പണം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോ മേഖലയിലും പണം വാങ്ങുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന നിബന്ധനകളെ സംബന്ധിച്ച് നമ്മൾ ചർച്ചയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും വിദ്യാഭ്യാസ മേഖലയിലുള്ള ഈ ഒരു കാര്യമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് നടക്കാൻ പോകുന്ന ഒരു ചർച്ചയാണ്, ആദ്യമായിട്ട് നടക്കുന്ന ഒരു പ്രശ്നമാണ് നിങ്ങൾ കാണേണ്ടിയില്ല. ഒരുപാട് പ്രശ്നത്തിൻ്റെ ഇടയിൽ ഇതും ഒരു പ്രശ്നമായിട്ട് ഞങ്ങൾ ഗൗരവപൂർവ്വം കണ്ട് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് ഒരു തരത്തിലുള്ള പ്രശ്നമില്ലാതെ കേൾക്ക് അത് ഞാൻ പറയട്ടെ എന്ന്. അതൊക്കെ സാധിക്കും. നിങ്ങൾ സാധിക്കുന്ന കാണാതെ നിങ്ങൾക്ക് ഭാവിയിൽ അത് മനസ്സിലായി എങ്ങനെ സാധിക്കുന്നു. ഒരു സംശയവും വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നിലപാട് ഉൾപ്പെടെയുള്ള സമീപനത്തിനെതിരായിട്ട് പൊരുതി മുന്നോട്ടേക്ക് പോവും. അതിൻ്റെ ഇടയിൽ വരുന്ന ഓരോ കാര്യവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട്, ഇനിയും ഞങ്ങൾ ചർച്ച ചെയ്യും. ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അതിൽ മുഖവിലക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് CPI-യെയും ഞങ്ങൾ കാണുന്നത്. കേന്ദ്രത്തിന്റെ എങ്ങനെ പ്രതിരോധിക്കാനാണ്? പണം കിട്ടാനുള്ള പ്രതിരോധം പറഞ്ഞാൽ നമുക്ക് നോക്കാം. പറഞ്ഞു തന്നാൽ നമുക്ക് ആ മാർഗം സ്വീകരിക്കാം. നിങ്ങൾ ഈ വഴങ്ങുക എന്ന് പറയുന്നതിന് അർത്ഥം എന്താ? കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങളെ പണമല്ലേ, രാജ്യത്തിലെ ജനങ്ങളുടെ പണമല്ലേ?
ഞങ്ങൾ അവിടുന്ന് അച്ചടിച്ചുണ്ടാക്കിയ പണം എന്ന് പറയുന്നത് നരേന്ദ്രമോദിൻ്റെയോ അതുപോലെ തന്നെ BJP-കാരൻ്റെയോ ഏതെങ്കിലും മേഖലയിൽ നിന്ന് കൊണ്ടുവന്നെയാണോ? അത് ഈ രാജ്യത്തിന്റെ പണമാണ്. ആ പണത്തിന്റെ അർഹതപ്പെട്ട ഓഹരി നമുക്ക് തരികന്നെ വേണം. ആ തരാതിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇത്തരം തെറ്റായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതിനെപ്പറ്റി ഒരു അക്ഷരം പറയാൻ ഈ കേരളത്തിലെ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല, പ്രത്യേകിച്ച് കോൺഗ്രസിന്. കോൺഗ്രസ്സാണ് ഇതിനെല്ലാം ഒപ്പിട്ട് നേരത്തെ എല്ലാ രീതിയിലും ഒപ്പ് നിൽക്കുകയും ചെയ്യാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഓരോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നോക്കാം നമുക്ക് എങ്ങനെയാ പോകുന്നത്. അതൊക്കെയല്ലേ ഞാൻ പറഞ്ഞ ചർച്ച ചെയ്യാം. ഏതൊക്കെ രീതിയിലാണ് നിബന്ധന, എന്തൊക്കെയാണ് നിബന്ധന, അതിൻ്റെ നിബന്ധനകളൊക്കെ വരട്ടെ. അതെല്ലാം കൂടി നിങ്ങളിപ്പോൾ ആരും ഈ നിബന്ധനയും കാര്യമൊന്നും പഠിക്കുന്നില്ല, ആരും പഠിക്കാണ്ടായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിബന്ധനകളെ സംബന്ധിച്ചെല്ലാം ഉള്ള കാര്യങ്ങൾ വെച്ച് ഏതിനൊക്കെയാണ് നിബന്ധനയുള്ളത്, ഏതൊക്കെ സ്കൂളിനെയാണ് ബാധിക്കുക, എത്ര സ്കൂളിനെയാണ് ബാധിക്കുക, അതുപോലെ തന്നെ നമുക്ക് തരേണ്ടുന്ന യൂണിഫോമിൻ്റെ പണം തരുന്നില്ല, ശമ്പളം കൊടുക്കാനുള്ള പണം കിട്ടുന്നില്ല, അങ്ങനെ നിരവധി 1502 കോടി റുപ്യ ഇപ്പൊ തന്നെ കുടിശ്ശികയായി കിടക്കുകയാണ്. ഇനിയും ഒരുപാട് കോടി കുടിശ്ശികയായി കിടക്കുകയാണ്. ഗവൺമെന്റാണ് പണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കേരളത്തിലെ ഗവൺമെന്റാണ് പണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയെല്ലാമുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. അതാ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചർച്ച നടത്തി ആവശ്യമായ നിലപാട് നമുക്ക് സ്വീകരിക്കാം. അല്ല, എനിക്കതിലൊന്നും യാതൊരു മറുപടി പറയാനില്ല. കാരണം എന്താ പറഞ്ഞാൽ ഇത് ഏറ്റവും ശക്തമത്തായ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആ മുന്നണി നൈമിഷികമായ ഒരു രീതിയിൽ രൂപപ്പെട്ടതൊന്നുമല്ല, കൃത്യമായ രാഷ്ട്രീയ അടിത്തറയിലാണ്. ഞങ്ങൾ CPIM കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണിയിലെ പാർട്ടി എന്ന് പറയുന്നത് CPI ആണ്. ആ CPIയെ മുഖവിലക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോകുമെന്ന് ഞാൻ പറഞ്ഞത്. അല്ല, അതുൾപ്പെടെ എല്ലാം പരിശോധിച്ച ആവശ്യമായ നിലപാട് സ്വീകരിച്ചാൽ പോലെ. പാർട്ടി ഇപ്പോഴൊന്നുമല്ലല്ലോ, എത്രയോ കൊല്ലമായിട്ട് ഈ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. PMC ഉൾപ്പെടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, PMC മാത്രമല്ല, ലോകബാങ്കുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നില്ലേ, ADB ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായില്ലേ. കേന്ദ്ര ഗവൺമെന്റ് ആദ്യകാലത്ത് നെഹ്റുവിന്റെ കാലത്ത് പഞ്ചവത്സര പദ്ധതിക്ക് നിബന്ധനകളില്ല, പക്ഷെ ഇന്ദിരാഗാന്ധി മുതൽ നിബന്ധന തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ ശക്തിപ്പെട്ട് മുമ്പോട്ടേക്ക് പോവുകയാണ് BJP-യുടെ ഗവൺമെന്റിന്റെ കാലത്ത്. അത് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് തന്നെ ഞങ്ങളിതെല്ലാം നല്ലതുപോലെ ചർച്ച ചെയ്തിട്ടുണ്ട്, ഓരോ ഘട്ടത്തിലും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇതേപോലെ പ്രശ്നം വന്നപ്പോൾ പല ഫണ്ടും തടഞ്ഞു വെച്ചു, അപ്പോഴും ചർച്ച ചെയ്തില്ലേ. ആരോഗ്യ മേഖലയിൽ ചർച്ച ചെയ്തില്ലേ. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയായിരുന്നല്ലോ നമ്മുടെ ഈ വിവിധ മേഖലയിൽ, ഞാൻ ഓരോരോ മേഖല പറയുന്നില്ല, എല്ലാ മേഖലയിലും ഇങ്ങനെ ഫണ്ട് തടഞ്ഞു വെക്കുന്ന ഘട്ടത്തിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്.